നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ ഗാന്ധി കാരണം ബി.ജെ.പി. മറ്റൊരു തന്ത്രം കൂടി മാറ്റിയിരിക്കുകയാണ്. സമൂഹ മാധ്യമങ്ങളിൽ പേരിനൊപ്പം മോദി കാ പരിവാർ എന്ന ചേർത്ത് മാറ്റാനാണ് നിർദ്ദേശം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പേര് നീക്കാൻ ബി.ജെ.പി. നേതാക്കളോടും പ്രവർത്തകരോടും നിർദ്ദേശിച്ചത്. എക്സിലാണ് മോദി ഇത് സംബന്ധിച്ച ആഹ്വാനം നടത്തിയത്. തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെയുള്ള മന്ത്രിസഭാ രൂപീകരണത്തിൽ വിമർശനവുമായി രാഹുൽ ഗാന്ധി രംഗത്തെത്തിയിരുന്നു. നരേന്ദ്രമോദിയുടെ മന്ത്രിസഭയിൽ കുടുംബാധിപത്യമാണ് എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ആരോപണം. എക്സിൽ പങ്കുവച്ച കുറിപ്പിന് പിന്നാലെയാണ് മോദിയുടെ ആഹ്വാനം. മൂന്നാം മോദി മന്ത്രിസഭയിലെ 20 യൂണിയൻ ക്യാബിനറ്റ് മന്ത്രിമാരുടെ പേരും അവരുടെ ബന്ധുക്കളായ രാഷ്ട്രീയ നേതാക്കളുടെ പേരും അടങ്ങുന്ന പട്ടികയും രാഹുൽ ഗാന്ധി പുറത്തുവിട്ടിരുന്നു. എന്നോടുള്ള സ്നേഹത്തിന്റെ അടയാളമായി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലൂടെ ഇന്ത്യയിലുടനീളമുള്ള നിരവധി ആളുകൾ അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ മോദി കാ പരിവാർ ചേർത്തു. അത് എനിക്ക് ഒരുപാട് ശക്തി പകർന്നു. ഇന്ത്യയിലെ ജനങ്ങൾ തുടർച്ചയായ മൂന്നാം തവണയും NDAക്ക് ഭൂരിപക്ഷം നൽകി. നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിക്കായി പ്രവർത്തിക്കാൻ നമുക്ക് ജനങ്ങൾ അധികാരം നൽകി. നമ്മൾ എല്ലാവരും ഒരു കുടുംബം എന്ന സന്ദേശം ഫലപ്രദമായി കൈമാറിയതിൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ നിന്ന് മോദി കാ പരിവാർ എന്നത് നീക്കം ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രദർശിപ്പിക്കുന്ന പേര് മാറിയേക്കാം, എന്നാൽ ഇന്ത്യയുടെ പുരോഗതിക്കായി പരിശ്രമിക്കുന്ന ഒരു പരിവാർ എന്ന നിലയിലുള്ള ഞങ്ങളുടെ ബന്ധം ശക്തവും അഭേദ്യവുമായി തുടരുക തന്നെ ചെയ്യും. അതേസമയം പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ എക്സ് അക്കൗണ്ടിലെ ചിത്രങ്ങളിലും മാറ്റം വന്നു. ഭരണഘടനയ്ക്ക് മുൻപിൽ തലകുനിച്ച് മണങ്ങുന്ന മോദിയുടെ ചിത്രം കവർ ഇമേജ് ആക്കിയിരിക്കുകയാണ്. മാറ്റത്തിന് പിന്നാലെ പരിഹാസവുമായി കോൺഗ്രസ് രംഗത്തെത്തുകയും ചെയ്തു. തെരഞ്ഞെടുപ്പിൽ ഭരണഘടനാ സംരക്ഷണം രാഹുൽ ഉയർത്തിയതിന്റെ അനന്തരഫലമാണ് ഇതൊക്കെയെന്ന് ജയറാം രമേശ് പ്രതികരിച്ചു. അതേസമയം പ്രിയങ്ക ഗാന്ധി വാരണാസിയിൽ മത്സരിച്ചിരുന്നു എങ്കിൽ മോദി തോറ്റേനെ എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. വാരണാസിയിൽ പ്രിയങ്ക മത്സരിച്ചിരുന്നുവെങ്കിൽ 3 ലക്ഷം വോട്ടിന് മോദി തോൽക്കുമായിരുന്നുവെന്നാണ് രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം. ഉത്തർപ്രദേശിലെ 2014 ശേഷം ഏറ്റവും മോശം പ്രകടനമാണ് ബി.ജെ.പി. കാഴ്ചവെച്ചത്. വാരണാസിയിൽ കോൺഗ്രസിന്റെ അജയ് റായിക്കെതിരെ ആദ്യം പിന്നിൽ പോയ മോദി പിന്നീട് 1.6 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. ഈ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധിയുടെ പ്രതികരണമായിരുന്നു. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം റായ്ബറേലിയിൽ എത്തുകയായിരുന്നു. റായ്ബറേലിയിലെ രാഹുലിന്റെ വിജയം കോൺഗ്രസ് പ്രവർത്തകരുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണെന്ന് പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. റായ്ബറേലിയിൽ എല്ലാവരും ഒന്നിച്ചു നിന്ന് പോരാടിയാണ് വിജയം നേടിയത് എന്ന് രാഹുലും കൂട്ടിച്ചേർത്തു. ഇന്ത്യ സഖ്യം ഒന്നിച്ച് ഒറ്റക്കെട്ടായി പോരാടിയതിനാലാണ് രാജ്യത്ത് ഇത്രയും മികച്ച നേട്ടം കൈവരിക്കാനായത്. മോദിയും അമിത്ഷായും ഇന്ത്യയുടെ ഭരണഘടനയെ ഇല്ലാതെയാക്കാനാണ് ശ്രമിച്ചത്. അത് ജനം തിരിച്ചറിഞ്ഞ് വഴിത്തിരിവായി. ഉത്തർപ്രദേശിലെ ജനങ്ങൾ അഹങ്കാരത്തിന്റെയും ഹിംസയുടെയും രാഷ്ട്രീയത്തിനെതിരെ വോട്ട് ചെയ്യുകയാണ്. പ്രചാരണ വേളയിൽ സഹകരിച്ചതിന് സമാജ്വാദി പാർട്ടിക്കും രാഹുൽ ഗാന്ധി നന്ദി പറഞ്ഞു. നേരത്തെയും സഖ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും നിസ്സഹരണത്തിന്റെ പരാതി എപ്പോഴും ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ ഇന്ത്യ സഖ്യത്തിനായി രാജ്യത്തുടനീളമുള്ള എല്ലാ സഖ്യകക്ഷികളും സഹകരിച്ചു, ഒരുമിച്ച് പോരാടിയെന്നും രാഹുൽ ഗാന്ധി പറയുകയാണ്.